അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റവ ചിപ്സുമായിട്ടാണ്. ആകെ 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ ചിപ്സ് ഉണ്ടാക്കുന്നത്. റവ, മുളക് പൊടി, ഉപ്പ്, ഇത്രയും മതി നമുക്കിത് ഉണ്ടാക്കാൻ. കറിവേപ്പില ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അധികം ബുദ്ധിമുട്ടൊന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിപ്സാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഈ റവ നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത്രയും മസാല ഇതിൽ ചേർക്കുന്നുള്ളൂ. ഇനി ഇത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പൊ ഇത് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം. ഇത് ഈ ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് നന്നായി ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം. കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പം ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം. ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട. കനം കുറച്ചിട്ട് വേണം പരത്തിയെടുക്കാൻ. ഇപ്പം ഞാനിത് നന്നായി കനം കുറച്ചിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് മുറിച്ചെടുക്കാം. ഏത് ഷേപ്പായാലും കുഴപ്പമില്ല. നീളത്തിൽ വേണമെങ്കിൽ നീളത്തിൽ, ഡയമണ്ട് കട്ടിൽ നമുക്ക് മുറിച്ചെടുക്കാം. എങ്ങനെ വേണമെങ്കിലും മുറിച്ചെടുക്കാം. ഇതിങ്ങനെ കിട്ടും. പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഷേപ്പൊന്നും അത്ര കാര്യമായിട്ട് നോക്കേണ്ട ആവശ്യമില്ല. ഈ ചിപ്സ് ശരിക്കും ഉണ്ടാക്കുന്നതേ കാണൂ. അത്രയും ടേസ്റ്റാണ്. കുട്ടികളൊക്കെ ഉണ്ടായാൽ പിന്നെ പ്രത്യേകിച്ച് പറയണ്ട, പെട്ടെന്ന് തീർന്നു പോകും. ഇതിങ്ങനെ ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ ഒട്ടി പിടിക്കുന്നില്ല. നമ്മൾ എണ്ണയിൽ വറുത്ത് കോരുമ്പോൾ അത് കറക്റ്റായി തന്നെ കിട്ടും. ഈ ചീനച്ചട്ടിയിലോട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. ഇത് നമ്മുടെ റവ ചിപ്സ് റെഡി ആയിട്ടുണ്ട്. ഇതിൽ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടില്ലെങ്കിൽ ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.